വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് FIOGP കേരള യൂണിവേഴ്സിറ്റിയിലെ സെം 2 മൈനർ 2വിലെ മൊഡ്യൂൾ 2 എന്ന ചാപ്റ്ററാണ്. മൊഡ്യൂൾ 2 ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ലോജിക് ഗേറ്റ്സ് ഏതാണെന്നാണ് നോക്കാൻ പോകുന്നത്. ബേസിക് ലോജിക് ഗേറ്റ്സ്. അപ്പോൾ നമ്മുടെ ബേസിക് ലോജിക് ഗേറ്റ്സ് ആണ് ആൻഡ് ഒരു നോട്ട്. അപ്പോൾ എക്സാമിന് 1 മാർക്കിനൊക്കെ ചോദിക്കാം. റൈറ്റ് ഇൻ 2 ബേസിക് ലോജിക് ഗേറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ് ഓർ നോട്ട് ഏത് വേണമെങ്കിലും എഴുതാം. ഇത് 3 ബേസിക് ലോജിക് ഗേറ്റ്സ്. അപ്പം ബേസിക് ലോജിക് ഗേറ്റ്സ് എന്നൊക്കെയാണ് ആൻഡ് ഓർ നോട്ട്. ഇത് 3 ബേസിക് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ആൻഡ് എന്ന് പറയുന്നത്? പെർഫോം മൾട്ടിപ്ലിക്കേഷൻ. എന്താ പെർഫോം ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ പെർഫോം ചെയ്യുന്നത്. ഇഫ് ഇൻപുട്ട് ഈസ് ഹൈ ഔട്ട്പുട്ട് ആൾസോ ബിക്കം ഹൈ. ഇവിടെ ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ടും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. പിന്നെ ഇൻപുട്ട് ലോ ആണെങ്കിലോ ഔട്ട്പുട്ട് ആൾസോ ബിക്കം ലോ. ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് എനി ഓർ നത്തിങ് ഗേറ്റ്സ്. എന്താ വിളിക്കുന്നത്? എനി ഓർ നത്തിങ് ഗേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? എനി ഓർ നത്തിങ് ഗേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഹൈ ആണ് എങ്കിൽ ഔട്ട്പുട്ടും ഹൈ ആയിരിക്കും. ഇവിടെ ഇൻപുട്ട് ലോ ആണെങ്കിൽ ഔട്ട്പുട്ടും ലോ ആയിരിക്കും. സോ ഇറ്റ് ഈസ് കാൾഡ് എനി ഓർ നത്തിങ് ഗേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അത് ഓർത്തിരിക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് എനി ഓർ നത്തിങ് ഗേറ്റ്സ്. നമ്മുടെ എന്താണ് പെർഫോം ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷനാണ് പെർഫോം ചെയ്യുന്നത്. നമുക്കതിൻ്റെ ലോജിക്കൽ ഡയഗ്രം നോക്കാം. അപ്പം നോക്കി, ഇതിന് 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആണുള്ളത്. ഇങ്ങനെയാണ് ഇതിനെ വരയ്ക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടും? y=a.b എന്നാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇൻപുട്ടായിട്ട് AB കൊടുത്തു, ഔട്ട്പുട്ട് y=a.b. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു എന്ത് വരയ്ക്കുന്നത്? ആൻഡ് ഗേറ്റിൻ്റെ ലോജിക്കൽ ഡയഗ്രാം വരയ്ക്കുന്നത്. നമുക്കിതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്? ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ടും ഹൈ ആയിരിക്കും. കണ്ടോ? ഇവിടെ നമ്മളിതാ നോക്കി, ഇവിടെ ഇൻപുട്ട് ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ നോക്കി, ഇവിടെ 0 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് 0 ആയിട്ടാണ് കിട്ടിയത്. ഇവിടെ 0 1 കൊടുത്തപ്പോൾ ഇവിടെ 0 വന്നു. എന്താണ്? ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് എടുത്തത്. അതുകൊണ്ട് എന്താണ്? 0 1 വരുമ്പോൾ ഇവിടെ 0 ആണ് വരുന്നത്. 1 0 കൊടുക്കുമ്പോൾ 0 ആണ് വരുന്നത്. ഇവിടെ 1 1 ആണ് വന്നത്. അതുകൊണ്ട് ഇവിടെ 1 ആണ് വരുന്നത്. എന്താണ്? ഇവിടെ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇൻപുട്ട് ഹൈ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും വരുന്നത്. കണ്ടോ? 1 1 കൊടുത്തപ്പോൾ ഇവിടെ 1 വന്നു. അപ്പം ഇങ്ങനെയാണ് ഒരു ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. എന്താണ്? 0 0 വരുമ്പം ഇവിടെ 0 ആണ് വരുന്നത്. 0 1 വന്നപ്പം എന്താ വന്നത്? 0 ആണ് വന്നത്. 1 0 വന്നപ്പം 0 ആണ് വന്നത്. 1 1 വന്നപ്പോൾ എന്താണ് വന്നത്? 1 ആണ് ഔട്ട്പുട്ടായിട്ട് വന്നത്. ഓർത്തിരിക്കുക, 0 0 വരുമ്പോൾ 0 0 1 വരുമ്പോൾ 0 1 0 വരുമ്പോൾ 0 1 1 വരുമ്പോൾ 1 ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്ത ഗേറ്റിലേക്ക് പോകാം, ഓർ ഗേറ്റ്. അതിന് മുമ്പായിട്ട് ഒന്നും കൂടെ ആൻഡ് ഗേറ്റ് പറഞ്ഞു തരാം. ഇറ്റ് പെർഫോംസ് മൾട്ടിപ്ലിക്കേഷൻ. എന്താണ് പെർഫോം ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഹൈ കൊടുത്താൽ ഔട്ട്പുട്ടും ഹൈ ആയിരിക്കും. ഇൻപുട്ട് ലോ കൊടുത്താൽ ഔട്ട്പുട്ടും ലോ ആയിരിക്കും. പിന്നെ എന്താ ഓർക്കുക? അതുകൊണ്ട് നമ്മൾ അതിനെ എനി ഓർ നത്തിങ് ഗേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ, സിമ്പിൾ എങ്ങനെ ആയിരുന്നു? 2 ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് y=a.b എന്ന് വരുന്നു. ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്? AB y=a.b 0 0 വരുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിട്ട് വരും. 0 1 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 0, 1 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 0, 1 1 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 1 ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഓർ ഗേറ്റിലേക്ക് പോകാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ അത് പെർഫോം ചെയ്യുന്ന അഡീഷനാണ്. ഓർ ഗേറ്റ് എന്താണ് പെർഫോം ചെയ്യുന്നത്? അഡീഷനാണ് പെർഫോം ചെയ്യുന്നത്. എനി ഇൻപുട്ട് മസ്റ്റ് ബി ഹൈ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ മതി. ഇനി 1 ഇൻപുട്ട് മസ്റ്റ് ബി ഹൈ. ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആയാൽ മതി. ദെൻ ഇറ്റ് ഷോ ഔട്ട്പുട്ട് ഹൈ ആയിട്ട് കാണിക്കും. സോ ഇറ്റ് ഈസ് കാൾഡ് എനി ഓർ നത്തിങ് ഗേറ്റ്. അതിനെന്ത് പറയും? എനി ഓർ നത്തിങ് ഗേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഓർ ഗേറ്റ്? ഇറ്റ് പെർഫോം അഡീഷൻ. അതിനകത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ മതി. അപ്പോൾ എന്ത് കാണിക്കും? അത് ഔട്ട്പുട്ട് ഹൈ ആയിട്ട് കാണിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ എനി ഓർ നത്തിങ് ഗേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പം അതിൻ്റെ നോക്കിയേ, അങ്ങനെ ലോജിക്കൽ ഡയഗ്രാം വരുന്നത്, AB കൊടുത്തു ഇൻപുട്ടായിട്ട്, ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുന്നത് y=a+b. അത് അഡീഷൻ അല്ലേ? y=a+b എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഓർ ഗേറ്റ് ഇറ്റ് പെർഫോം അഡീഷൻ
ഇഫ് എനി വൺ ഇൻപുട്ട് മസ്റ്റ് ബി ഹൈ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ ഔട്ട്പുട്ടും ഹൈ ആവും. അതുകൊണ്ട് നമ്മൾ അതിനെ എനി ഓർ നത്തിങ് ഗേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലോജിക്കൽ ഡയഗ്രാം എങ്ങനെ, ഇൻപുട്ടായിട്ട് എ ബി കൊടുത്ത് ഔട്ട്പുട്ട് അപ്പോൾ എങ്ങനെ വരും, y = a + b എന്നാണ് വരുന്നത്. ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കാം. ഇനി നോക്കി ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത്, എ ബി എന്ന ഇൻപുട്ടും y = a + b ആണ് ഔട്ട്പുട്ട്. അവിടെ 0 0 കൊടുത്തപ്പോൾ 0 ആണ് വരുന്നത്, 0 1 കൊടുത്തപ്പോൾ എന്തോ 1 ആണ് വന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ഹൈ ആയാൽ മതി എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ 0 1 കൊടുത്താൽ 1 വന്നു, 1 0 കൊടുത്തപ്പോഴും 1 വന്നു. അപ്പോൾ അവിടെ എന്താണ്, ഒരു ഔട്ട്പുട്ട് മാത്രമേ ഹൈ ആയിട്ടുള്ളൂ. സോറി, ഒരു ഇൻപുട്ട് മാത്രമേ ഹൈ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ എന്ത് വന്നു, ഔട്ട്പുട്ട് 1 എന്ന് വന്നു. ഇത് നോക്കി 1 1 വന്നപ്പോൾ അവിടെ 1 എന്ന് വന്നു. മനസ്സിലായോ? 0 0 കൊടുത്തപ്പോൾ 0 വന്നു, 0 1 കൊടുത്തപ്പോൾ 1 എന്ന് വന്നു, 1 0 കൊടുത്തപ്പോൾ 1 എന്ന് വന്നു, 1 1 കൊടുത്തപ്പോൾ 1 വന്നു. ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ ഔട്ട്പുട്ട് ഹൈ ആവും. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇവിടെ എന്തുവായിരുന്നു പെർഫോം ചെയ്യുന്നത്, ഇറ്റ് പെർഫോംസ് അഡീഷൻ ആയിരുന്നു പെർഫോം ചെയ്യുന്നത്. ഇഫ് എനി വൺ ഇൻപുട്ട് മസ്റ്റ് ബി ഹൈ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ മതി ഔട്ട്പുട്ടും ഹൈ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിന് എന്തായിരുന്നു വിളിക്കുന്നത്, എനി ഓർ നത്തിങ് ഗേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ മതി. ഇനി നമ്മൾ നോട്ട് ഗേറ്റ് നോക്കാം. ഇനി നമ്മൾ നോട്ട് ഗേറ്റ് ആണ് നോക്കുന്നത്. നോട്ട് ഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഹാസ് ഓൺലി 1 ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് കാൾഡ് ഇൻവെർട്ടർ. ഇതിനകത്ത് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താണ് അതിനെ വിളിക്കുന്നത്, ഇൻവെർട്ടർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലോജിക്കൽ ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നത്, ഇങ്ങനെയാണ് ലോജിക്കൽ ഡയഗ്രാം വരച്ചു കൊടുക്കുന്നത്. കാണുമ്പോൾ നമുക്ക് ഡയോഡിനെയൊക്കെ കൂട്ട് തോന്നും, ആ ഒരു രീതിയിലാണത് വരയ്ക്കുന്നത്. അപ്പോൾ എ കൊടുത്താൽ എ ബാർ എന്ന് കിട്ടും, കണ്ടോ. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ്. എ ബാർ 0 കൊടുക്കുമ്പോൾ 1 1 കൊടുക്കുമ്പോൾ 0 ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് എന്ത് വരുന്നത്, നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഒരു ഇൻപുട്ട് കൊടുക്കുമ്പം ഒരു ഔട്ട്പുട്ട് മാത്രമായിരിക്കും അതിനകത്തുള്ളത്. അപ്പോൾ എന്താണ് അതിന് നമ്മൾ ഇൻവെർട്ടർ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ചോദിക്കുക ഇൻവെർട്ടർ എന്ന് വിളിക്കുന്ന ഗേറ്റ് ഏതാണല്ലോ, ബേസിക് ഗേറ്റ്സ് ഏതാണെന്ന് നോക്കുമ്പോൾ നോട്ട് ഗേറ്റ് ആണ് ഇൻവെർട്ടർ എന്ന് വിളിക്കുന്ന ഗേറ്റ്, ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് ബേസിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. 3 ഉണ്ട്, ആൻഡ് ഓർ നോട്ട്, ഇത് 3 ആണല്ലോ എന്ത് ബേസിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്, ആൻഡ് ഓർ നോട്ട്.